വർഷങ്ങളായുള്ള ഓടി ഒളിക്കലിന് യേശു ഇന്ന് അറുതി വരുത്തും. അതൊരു പക്ഷേ കടക്കാരുടെ മുമ്പിൽ നിന്നാകാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ നിന്നാകാം. അതെന്തിനാ പാസ്റ്ററെ അങ്ങനെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ നിന്ന് ഓടി ഒളിക്കേണ്ടി വരുന്നത്? ഒന്നും അറിയാത്ത പോലെ, അവർ ആഗ്രഹിക്കുന്നത് പോലെ, നിങ്ങൾ ഇന്നലകളിൽ അവരോട് പറഞ്ഞതുപോലെ ഒന്നും ആകുവാൻ കഴിയാത്തത് കൊണ്ട്, മക്കൾക്ക് നല്ല ജോലി കിട്ടാത്തത് കൊണ്ട്, മക്കളൊരിടത്തും എത്താത്തത് കൊണ്ട്, അവിടെ പോയിട്ടും രക്ഷപ്പെടാത്തത് കൊണ്ട്, വലിയ കൊട്ടാരത്തിൻ്റെ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം അവരോട് പറഞ്ഞു. ഇപ്പം വാടക വീട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവിടെ പോയി നിൽക്കുന്നത്? അയ്യോ, ഭർത്താവിനെക്കുറിച്ച് ഇന്നലകളിൽ പറയാൻ 100 നാവായിരുന്നു, പറഞ്ഞതിലൊന്നും ഒരു കണക്കുമില്ല. കണക്ക് വച്ചിട്ടില്ലല്ലോ, അത് നല്ലതാണ്. ആ കണക്കൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ അറ്റാക്ക് വന്ന് മരിച്ചു പോയേനെ. ഇപ്പോൾ ആ ഭർത്താവിൻ്റെ സ്ഥിതി അവരൊക്കെ അറിഞ്ഞു. ഇപ്പോൾ എങ്ങനെയാണ് മുമ്പിൽ നിൽക്കുന്നത്? അങ്ങനെ ഒളിച്ചുകൊണ്ടിരിക്കുക വർഷങ്ങളായിട്ട്. ആ ഓടി ഒളിക്കത്തിന് ഇന്ന് യേശു അറുതി വരുത്തും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ്റെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാൻ ഇസ്രായേലിന്മേൽ ആധിക്യം പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാനുരുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗുഹകളും ദുർഗങ്ങളും ശരണമാക്കി 7 വർഷം. ഒരു സഹോദരി പ്രാർത്ഥന വിഷയം അറിയിക്കുവാൻ വിളിച്ച് പറഞ്ഞതാണ്, പാസ്റ്റർ, സഹിക്കുവാൻ കഴിയാത്ത തലവേദനയാണ്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ചിലരെങ്കിലും ചിന്തിക്കും, തലവേദന അത്ര വലിയൊരു ബുദ്ധിമുട്ടാണോ? എൻ്റെ പൂന്ന് സഹോദരങ്ങളെ, നല്ല പോലൊരു തലവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന അതാണെന്ന് തോന്നിപ്പോവും. അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന ഏതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അനുഭവിക്കുന്ന വേദനയാണ് നിങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയ വേദന. ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഏതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. അപ്പോൾ തലവേദന സഹിക്കുവാൻ കഴിയുന്നില്ല. ആ സഹോദരി പറഞ്ഞതാണ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലയിൽ തുവർത്തുകൊണ്ട് മുറുക്കെ കെട്ടിയിട്ട് വർഷങ്ങളായി. അപ്പോൾ ആദ്യ നാളുകളിലൊക്കെ തുവർത്തുകൊണ്ട് മുറുക്കെ കെട്ടിയിട്ടാണ് എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങൾ നോക്കണമല്ലോ. പിന്നെ അത് പറ്റത്തില്ല. അതുകൊണ്ട് തോർത്ത് നനച്ച് മുറുകെ കെട്ടും. അങ്ങനെ ആരോ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്, കടുത്ത തലവേദന കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പല പ്രഭാതങ്ങളിൽ ചിന്തിക്കുന്നുണ്ട്, മരിച്ചാൽ മതി, എങ്ങനെയെങ്കിലും മരിക്കണമെന്ന് ചിന്തിച്ചായിരിക്കുന്ന ആ തലവേദനയുടെ ബുദ്ധിമുട്ടിൽ നിന്ന്, ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരിക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കുക. മരിച്ചാൽ മതിയെന്ന് ചിന്തിപ്പിക്കുന്ന ആ രോഗം ദീർഘനാളുകളായി, ഒരു ദിവസമല്ല, എല്ലാ ദിവസവും രോഗമുഖാന്തരം കഠിനത അനുഭവിക്കുന്ന സഹോദര, മാതാവേ, പിതാവ്, മക്കളെ കേൾക്ക്, കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുക. താങ്ക് യു. ഇത് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നത് വയറ്റിൻ്റെ ഈ ഭാഗത്ത്, അതായത് ഇടത് ഭാഗത്തായിട്ടും സഹിക്കുവാൻ കഴിയാത്ത വേദനയും ഒരു പിടപെടപ്പ് പോലെ, മനസ്സിലാവുന്നുണ്ടല്ലോ. ആ അവസ്ഥയിലായിരിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കിയ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. അപ്പോൾ ഇങ്ങനെ ദീർഘനാളുകളായി ഇതേ അവസ്ഥ. എന്നും വീട്ടിൽ വഴക്കാണ്. കാരണം മക്കളും ഭർത്താവും ഉണ്ട്. മക്കൾ പഠിക്കാൻ പോകുന്നു, ഭർത്താവ് ജോലിക്ക് പോകുന്നു. അപ്പോൾ പഠിക്കാൻ പോകുന്ന മക്കൾക്ക് ഒത്തിരി ഇഷ്ടങ്ങൾ കാണും. രാവിലെ ആഹാരം ഉണ്ടാക്കി കൊടുക്കണം, ഉച്ചയ്ക്കുള്ള ആഹാരം, അതിലൊക്കെ ഇതൊന്നും നടക്കത്തില്ല. ഭർത്താവിനും അതുപോലെ തന്നെ. അപ്പോൾ അതിനെ ചൊല്ലിയുള്ള വഴക്ക്, വക്കാണം. പിന്നെ ഈ തലവേദനയും ഈ സ്ട്രെസ്സും ഒക്കെ കൊണ്ട് പുള്ളിക്കാരിക്ക് പുറത്ത് ആരോടും സംസാരിക്കുന്നതൊന്നും ഇഷ്ടമില്ല. ഒരു വിവാഹം വന്നാൽ പോകത്തില്ല. വീട്ടിൽ ആരെങ്കിലും വന്നാൽ തന്നെ അവരുടെ അടുക്കൽ പോയി നിൽക്കത്തില്ല. പുള്ളിക്കാരി പറയുന്നത്, കുറച്ച് നേരം സംസാരിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നും. അതുകൊണ്ട് അങ്ങനെ ആരുമായിട്ട് ഒരു ബന്ധമൊന്നുമില്ല. കുറേ വർഷം കൊണ്ട് ഈ സഹോദരി ആളാകെ അങ്ങ് മാറിപ്പോയി. ആരുമായിട്ടൊരു ബന്ധമില്ല. ആ സഹോദരി പറഞ്ഞാൽ പള്ളിയിൽ പോലും പോകാൻ പറ്റാത്ത സ്ഥിതിയിലായി. രാവിലെ എഴുന്നേറ്റ് കുർബാന കൈക്കൊള്ളാൻ പള്ളിയിൽ പോലും പോകാത്ത അവസ്ഥയിലായി. ആ വിധത്തിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നു. ആ സമയത്താണ് നമ്മുടെ ഒരു മെസ്സേജ് കേൾക്കുന്നത്. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഈ വിഷയവും ഒപ്പം തൻ്റെ മകൻ്റെ പഠനത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ ചേർന്ന് ക്രമീകരിച്ച് പ്രാർത്ഥനയിൽ മുൻപോട്ട് പോരുന്നു. അപ്പോൾ ഉപവാസ പ്രാർത്ഥന അറിയാമല്ലോ. പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും
നിങ്ങൾക്ക് ചേർന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനും പ്രാപിക്കുവാനുള്ള അവസരമുണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി, കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. അപ്പോൾ അങ്ങനെ ഉപവാസവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പോകയിൽ ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ആ സഹോദരി മകൻ്റെ റിസൾട്ടിനൊപ്പം അറിയിച്ചൊരു കാര്യമുണ്ട്. പാസ്റ്ററെ, കുറേ ദിവസം കൊണ്ട് എൻ്റെ ഭർത്താവും മക്കളും രാവിലെ വന്ന് അടുക്കളയുടെ വശത്ത് നിന്ന് എന്നെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. എന്തോ ഒരു അപരിചിതയെ കാണുന്നത് പോലെ. എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. ഞാൻ വേറെന്തൊക്കെയോ സംശയിച്ചു. അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പാസ്റ്ററെ എനിക്ക് മനസ്സിലായത്, ഈ തലവേദന വരുന്ന സമയങ്ങളിലെ ഞാൻ അടുക്കളയിൽ നിന്ന് പറയുന്നതും സംസാരിക്കുന്നതും ചില സമയം ദേഷ്യം വന്നിട്ട് പാത്രമൊക്കെ എടുത്തെറിയും. ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് അതൊന്നും എൻ്റെ മക്കളും ഭർത്താവും കേൾക്കുന്നില്ല. അതാണ് അവരിങ്ങനെ വന്ന് നിന്ന്, ഈ അമ്മയ്ക്ക് എന്ത് പറ്റി, അടുക്കളയിൽ അമ്മ ഉണ്ടോ, നേരത്തെ ആണെങ്കിൽ അമ്മ ഉണ്ടോ എന്ന് അറിയാൻ എളുപ്പമാണ്. ഈ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ അങ്ങനെ അല്ല. ഒപ്പം ആ സഹോദരി സന്തോഷത്തോടെ പറഞ്ഞു, പാസ്റ്റർ, വർഷങ്ങളായി എൻ്റെ ജീവിതത്തെ നരകതുല്യമാക്കി തീർത്ത ആ വേദന, ആ തലവേദന എനിക്കില്ല. തലയിൽ തുവർത്ത് കെട്ടാതെ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുക്കൽ പോകുന്നുണ്ട്. അതിലുപരിയായി എനിക്ക് പള്ളിയിൽ പോകുവാൻ കഴിയുന്നുണ്ട്. കേൾക്ക്, വർഷങ്ങളായി നിന്നെ നശിപ്പിച്ചു കൊണ്ടിരുന്ന ആ രോഗത്തിൽ നിന്ന്, നിൻ്റെ ജീവിതത്തെ നാശമാക്കി തീർത്ത, നിൻ്റെ സന്തോഷങ്ങളെ കവർന്നു കളഞ്ഞ, നിൻ്റെ സ്വസ്ഥതയെ കവർന്നു കളഞ്ഞ ആ രോഗത്തിൽ നിന്ന്, ആ അവസ്ഥയിൽ നിന്ന് എൻ്റെ കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ശബ റിധലമായി ശേഖനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. ചില വർഷങ്ങളായി നിന്നെ ഓടി ഒളിപ്പിക്കുമാറാക്കിയ സഹോദരി, ആ കടഭാരം ചില വർഷങ്ങളായി, അമ്മേൻ, ഒരാളിൻ്റെ മുമ്പിൽ നിന്നല്ല, ഒരാളിൽ നിന്ന് വാങ്ങി അടുത്ത ആളിന് കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ചു വിടും. പിന്നെ ഫോൺ എടുക്കാൻ പറ്റാത്തത് ഇയാളിൻ്റെതാണ് ആണ്. മറ്റവർ വിളിച്ചാൽ എടുക്കത്തുമില്ല. നീ എടുക്കത്തില്ലെന്നല്ല, അങ്ങോട്ട് വിളിച്ചാൽ എടുക്കത്തില്ല. അങ്ങനെ കടക്കാരുടെ അടുക്കൽ നിന്ന് ഇങ്ങനെ ഓടി 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 ആ ചില വർഷങ്ങളായുള്ള ഓട്ടത്തിന് കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. എങ്ങനെയെന്നോ, പുതിയൊരു വഴി കർത്താവ് നിനക്ക് മുമ്പിൽ തുറക്കുവാൻ പോകുക. നീ വളരെ പ്രാർത്ഥനയോടെ ആഗ്രഹിച്ചായിരിക്കുന്നുണ്ട്, ദൈവമേ ഒരു വഴി എനിക്ക് തുറക്കണമേ, ഈ അവസ്ഥ മാറുവാൻ, ഈ കടം വാങ്ങുന്ന, ഈ കൈനീട്ടി ജീവിക്കുന്ന ഈ അവസ്ഥ മാറുവാൻ ഒരു വഴി എനിക്ക് തുറക്കണമേ എന്ന നിൻ്റെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ കർത്താവ് മറുപടി തന്ന് നിന്നെ മാനിക്കുവാൻ പോകുക. ഇനിയും കടക്കാരിയായി പ്രിയപ്പെട്ടവരുടെ മധ്യത്തിൽ നിന്ന്, ബന്ധുക്കളുടെ മധ്യത്തിൽ നിന്ന്, കൂട്ടുകാരുടെ മധ്യത്തിൽ നിന്ന് ഓടി ഒളിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. റെഡിയായിക്കോ, സന്തോഷത്തോടെ അവരുടെ ഫോൺ അറ്റൻഡ് ചെയ്ത് ചിരിച്ച് സംസാരിക്കുവാൻ. ബ്രദർ, കേൾക്ക്, ഇനിയും മാറി നടക്കുവാൻ, ഇനിയും മാറി നടക്കുവാൻ, അത് മുഖാന്തരം പല ബന്ധങ്ങളും നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആ ഓടി ഒളിക്കുന്ന അനുഭവത്തിന് മക്കളെക്കുറിച്ച് ചോദിക്കുമ്പോൾ, ഭർത്താവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, അയ്യോ പാസ്റ്റർ, എൻ്റെ മക്കളെക്കുറിച്ച് നല്ലത് പറയുവാൻ എനിക്കില്ല. ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം പാഴായി. ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞത്, എൻ്റെ ബന്ധുക്കളോട്, ചാർച്ചക്കാരോട്, എൻ്റെ മക്കൾ ഇന്ന നിലയിലെത്തും, അതിനുവേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, അവരെ അങ്ങനെ ഞാൻ മോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് മക്കളുടെ നല്ല കാലത്തെ വിവരിച്ച അവരുടെ മുമ്പിൽ എനിക്കിപ്പോൾ പോകാൻ വയ്യ. എൻ്റെ തലമുറകളാകെ നശിച്ചിരിക്കുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരിയിലും പിടിപ്പെട്ട നിൻ്റെ തലമുറയെക്കുറിച്ചോർത്ത് കരയുന്ന മാതാവേ, കേൾക്ക്, ആ അവസ്ഥയിൽ നിന്ന് എൻ്റെ കർത്താവ് അവരെ തിരികെ കൊണ്ടുവരിക. ഇനി നീ ഓടി ഒളിക്കേണ്ടി വരത്തില്ല. ഉറച്ചു നിന്ന്, ഒരിക്കൽ കൂടി സന്തോഷത്തോടെ, ഇനി നീ ഓടി ഒളിക്കേണ്ടി വരത്തില്ല. ഉറച്ചു നിന്ന് എൻ്റെ ദൈവം നിൻ്റെ തലമുറകളുടെ ജീവിതത്തിൽ ചെയ്തത്, നീ ദൈവനാമത്തിൽ പ്രാപിച്ചതിനെക്കുറിച്ച് വാ തോരാതെ വിളിച്ചു പറയുവാൻ പോകുന്നു. ആമേൻ, സ്തോത്രം. നിന്റെ ഭർത്താവിനെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുവാൻ പോകുന്നു. റെഡിയാണോ? ഷബറധലമഴകനെ. യേശുവിൻ നാമത്തിൽ. എത്ര പേർക്ക് ആ ദൂത് ഏറ്റെടുക്കുവാനുള്ള ഒരു ധൈര്യമുണ്ട്? സിസ്റ്ററെ, ധൈര്യമുണ്ടോ? നിന്റെ ഭർത്താവ് ഒരുമിച്ച് നിന്റെ ബന്ധു വീടുകളിൽ പോകുന്ന ആ ദൂത് ഏറ്റെടുക്കുവാൻ ധൈര്യമുണ്ടോ? ഇന്നത്തെ അവസ്ഥയിൽ നോ പാസ്റ്റർ, അയ്യോ, കൊണ്ടുപോകുന്ന കാര്യം പണ്ടൊരിക്കൽ കൊണ്ടുപോയ പോക്കാ, എത്ര ബന്ധുക്കളെ ശത്രുക്കളാക്കി മാറ്റിയത്. ഇനി അതുണ്ടാകത്തില്ല അല്ലേ? നോ, ഇനി അതുണ്ടാകത്തില്ല. ഇനി അതുണ്ടാകത്തില്ല. ഇനി അങ്ങനെ ഒരു ദുരിതം ഉണ്ടാകത്തില്ല. അവരുടെ മുമ്പിൽ നീ നിന്റെ ഭർത്താവുമായി, പ്രിയ ബ്രദർ, നിന്റെ ഭാര്യയുമായി, ചോദ്യമാണ്, പാസ്റ്റർ, ഇത് സാധ്യമാണോ ഇന്നത്തെ അവസ്ഥയിൽ? അവസ്ഥയല്ല, എൻ്റെ ദൈവത്തിന് ഇതിനോട് പറയുവാനുണ്ട്. സാധ്യമാണ്. ഇറ്റ്സ് പോസിബിൾ. നിൻ്റെ ഭാര്യയുമായി നിൻ്റെ കുടുംബം ഒരുമിച്ച് നിങ്ങൾ ആ ഫങ്ഷൻസിൽ പങ്കെടുക്കുവാനായി പോകുന്നു. യേശുവിൻ നാമത്തിൽ. അവൻ ആ പൂട്ടിക്കെട്ടി പോകുമെന്ന് നീ കരുതിയായിരിക്കുന്ന ആ ബിസിനസ് കടയടച്ചിട്ട് ഓടി ഒളിക്കുന്ന അവസ്ഥയ്ക്ക്, കടക്കാരുടെ മുമ്പിൽ നിന്ന് ഓടി ഒളിക്കുന്ന അവസ്ഥയ്ക്ക് എൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോകുന്നു. താങ്ക് യു ലോർഡ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് അതങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി. ആമേൻ. റെഡിയാണോ? സ്തോത്രം. ആ ഓടി ഒളിക്കലിന് കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. ഇനിയും സ്തോത്രം.
ആമേൻ. അവരെ ഭയന്ന്, അവരുടെ കഠിന വാക്കുകൾ ഭയന്ന്, അവരുടെ നന്ദികേട് ഭയന്ന്, അതൊരു വല്ലാത്ത വേദനയല്ലേ? നന്ദികേട്, നന്ദി കെട്ടവരുടെ മുമ്പിൽ നിന്ന് ഓടി ഒളിക്കുന്ന അനുഭവത്തിന് എൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോകുന്നു. നോക്കൂ, ന്യായാധിപന്മാരുടെ പുസ്തകം 7:24 അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഗിദെയോൻ എഫ്രൈം മലനാട്ടിൽ എല്ലായിടവും ദൂതന്മാരെ അയച്ചു, മിദ്യാന്യരുടെ നേരെ ഇറങ്ങിച്ചെന്നു. അമേൻ. നോക്കൂ, അമേൻ. മിദ്യാന്യരെ കാണുമ്പോഴാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരുന്നത്. ഇവനൊപ്പമുള്ളവർ ഓടി പർവ്വതങ്ങളുടെ ഇടയിലും പാറപ്പിളർപ്പുകളിൽ ഓടി ഒളിച്ചുകൊണ്ടിരുന്നവൻ ദൂതന്മാരെ അയച്ച് അവരെല്ലാം വിളിച്ചു വരുത്തി. ഫോൺ ചെയ്ത് ചിലരൊക്കെ വിളിച്ചു വരുത്തുവാൻ പോകുക. ഫംഗ്ഷനൊന്നും ഇല്ലേന്ന്, അതേ മോളെ റീയൂണിയൻ ഇല്ലേന്ന് നീ ചോദിക്കാൻ പോവുക. അമേൻ. യേശുവിൻ നാമത്തിൽ വിളിച്ചു വരുത്താൻ പോവുക. ഓ, താങ്ക് യു ലോർഡ്. എവിടെ നിന്നൊക്കെ ആരുടെയൊക്കെ മുമ്പിൽ നിന്ന് നിങ്ങൾ ഓടി ഒളിച്ചുവോ, അവരെ വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ നിങ്ങൾ അഭിമാനത്തോടെ നിവർന്ന് നിൽക്കുവാൻ പോകുന്നു. റെഡിയാണോ? അതെ, അത് സംഭവ്യമാണ്. എങ്ങനെയെന്നോ? പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ. പ്രേക്ഷർ ഫാമിലിക്കൊപ്പം നിങ്ങൾക്കതിന് അവസരമുണ്ട്. ഒന്ന് നിവർന്ന് നിൽക്കുവാൻ, ഓടി ഒളിക്കുന്ന അനുഭവങ്ങൾ കരുതി വന്ന സന്തോഷത്തോടെ അഭിമാനത്തോടെ നിൽക്കുവാൻ ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് നിങ്ങൾക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കോൺടാക്ട് ചെയ്തോ, കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും പ്രേക്ഷർ ഫാമിലിയുടെ വചന ശുശ്രൂഷയും മധ്യസ്ഥ പ്രാർത്ഥനയുമുണ്ട്. ജോയിൻ ചെയ്യുക. പ്രേക്ഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ഒപ്പം വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളനി സമീപം കാക്കാമുല ചാമവിള പ്രൈസ്റ്റർ ഫാമിലി വാർഷിപ്പ് സെൻറ്ററിൽ വെച്ച്. കണ്ണടച്ച വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, കേൾപ്പിച്ച ആലോചനയ്ക്ക് മുമ്പിൽ ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. ജീവിതം മാറ്റുന്ന, എക്സ്പീരിയൻസ് മാറ്റുന്ന അനുഭവമായി ആലോചന മാറട്ടെ, ഇതുവരുടെ ജീവിതത്തിൽ നിറവേറട്ടെ. പ്രാർത്ഥിച്ചു തുടങ്ങിയ യേശുവേ, കടക്കാരായി ഓടി ഒളിക്കുന്ന അനുഭവങ്ങൾ മാറട്ടെ, പരാജിതരായി ഓടി ഒളിക്കുന്ന അനുഭവങ്ങൾ മാറട്ടെ. നല്ലതൊന്നും പറയുവാനില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കുവാൻ കഴിയാതെ ഓടി ഒളിക്കുന്ന എല്ലാ അവസ്ഥകളും മാറിപ്പോകട്ടെ. നല്ല ജോലികളെ നൽകി ഇവരെ അങ്ങ് ഉറപ്പിക്കണമേ കർത്താവേ. പ്രിയപ്പെട്ടവരുടെ മധ്യത്തിൽ, ചാർച്ചക്കാരുടെ മധ്യത്തിൽ, വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയിട്ട് നല്ലത് പ്രാപിക്കുവാൻ കഴിയാതെ തലകുനിച്ചായിരിക്കുന്ന അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ പിന്നെയും തുറക്കപ്പെടട്ടെ. PR ലഭിക്കട്ടെ, വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ, വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. പഠന നിലവാരങ്ങൾ ഉയരട്ടെ. IELTS, OET, MOH, പ്രോമെട്രിക് എക്സാമുകൾ എഴുതുവാൻ ആഗ്രഹിക്കുന്നവർ നല്ല റിസൾട്ട് നൽകി ഇവരെ ഉന്നത സ്ഥാനങ്ങളിൽ അങ്ങ് എത്തിക്കണം. ഇവരുടെ ബിസിനസ്സിൽ വളർച്ച ഉണ്ടാകട്ടെ. സഭയിൽ, ശുശ്രൂഷയിൽ ഉയർച്ച ഉണ്ടാകട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങൾ, ജപ്തി നടപടികൾ യേശുവിൻ നാമത്തിൽ ക്യാൻസലാകട്ടെ. രോഗങ്ങളിപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും മാറട്ടെ. ഡിപ്രഷനുകൾ മാറട്ടെ. പുറത്തു പറയുവാൻ കഴിയാതെ രഹസ്യ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, മാനസികമായ രോഗങ്ങളാൽ സമ്മർദ്ദത്താൽ ഭാരപ്പെടുന്നവർ വിടുവിക്കപ്പെടട്ടെ. സ്വന്തം ഭവനമെന്ന വാഗ്ദത്തം നിറവേറട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. മദ്യപാന, വ്യഭിചാര, വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്ത് നിന്ന് മാറിപ്പോകട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രേക്ഷർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. മെസ്സേജുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാപിക്കാം. ഉപവാസ പ്രാർത്ഥനയുടെ കാര്യം മറക്കണ്ട. നാളെ പകലും ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രേക്ഷർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരയ്ക്കും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രേക്ഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേക്ഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമവിളയിലെ പ്രേക്ഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.